So now, നേരത്തെ Roman ancient history എല്ലാം കഴിഞ്ഞു. ഇവിടെ Horace life and works. We are going to discuss about Horace and his works, life and works, and about satire. What is a satire? Biography of here in this video, I'm going to discuss about Horace, what is satire, and how many types of satire is there. That we can discuss, and later we can discuss satire 1:4, one of the famous work of Horace. So let's begin with the biography of Horace. So നമുക്ക് ഇവിടെ ഒരു ഹൊറേസ് ലൈഫ് ആൻഡ് ടൈംസ്, നമുക്ക് ഇവിടെ ഹൊറേസിൻ്റെ ലൈഫ് ആൻഡ് ടൈംസ്, ബയോഗ്രഫി ഓഫ് ഹൊറേസ്. ലെറ്റ് us move on to the biography of Horace. Now here I have noted the important points of Horace, that is, Quintus Horatius Flaccus was a Roman lyric poet and a critic. ഇവിടെ ഹൊറേസ് എന്ന് പറയുന്ന നെയിം comes from, it was an English name made, okay? Horace is an English name, and Latin name of Horace is Quintus Horatius Flaccus. He was a Roman lyric poet and critic. Horace was born on 8 December 65 BC in Italy. Horace lived during the reign of Augustus Caesar, who was the emperor during the time. So Horace's life, you can see Augustus Caesar, who was the emperor during that time. Okay, ആ ഒരു പീരീഡിലാണ് നമുക്കിവിടെ ഹൊറേസിൻ്റെ കാലഘട്ടം കാണുന്നത്. എംപറർ ഓഗസ്റ്റസ് സീസർ വാസ് എ ഫ്രണ്ട് ഓഫ് ഹൊറേസ്. ഓഗസ്റ്റസ് നമ്മൾ ആ പ്രിൻസിപ്പേറ്റ് ഫേസ് കണ്ടില്ല, ആ പ്രിൻസിപ്പേറ്റ് ഫേസ് ടൈം പീരീഡ് വി കൻ സി സീസർ വാസ് എ ഫ്രണ്ട് ഓഫ് ഹൊറേസ്. He favored the Greek authors as right model to follow. He also followed the ancient Greek traditions. ഹൊറേസ് ഫോളോ ചെയ്തിരുന്നത് ഗ്രീക്ക് ട്രഡീഷൻസ് ആയിരുന്നു. ഗ്രീക്ക് വർക്ക്സുകളെല്ലാം ആയിരുന്നു ഹൊറേസ് ഫോളോ ചെയ്തിരുന്നതും. ആ ഒരു എപ്പിക്യൂറിയൻ ട്രഡീഷൻ ആയിരുന്നു ഹൊറേസ് ഫോളോ ചെയ്തത്. ഹൊറേസ് വർക്ക്സ് ആസ് പോയറ്റിക്ക, ആർട്സ് പോയറ്റിക്ക അല്ല, ആസ് പോയറ്റിക്ക ഈസ് ഓൾസോ നോൺ ആസ് ദ ആർട്ട് ഓഫ് പോയട്രി. ഈ ഹൊറേസിൻ്റെ ഒരു വർക്ക് ഉണ്ട്, ആസ് പോയറ്റിക്ക, ദ ആർട്ട് ഓഫ് പോയട്രി, ജസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ബൈ ബെൻ ജോൺസൺസ് in 1640. Okay, ഈ ആസ് പോയറ്റിക്ക, ദ ആർട്ട് ഓഫ് പോയട്രിയിൽ പറയുന്നത് this was the rules for writing poetry. ഇതിൽ ഹൊറേസ് കൊടുത്തിരുന്നത് എങ്ങനെ ഒരു പോയട്രി എഴുതിയെടുക്കണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോംസുമായിരുന്നു ഹൊറേസ് മെയിൻലി കോട്ട് ചെയ്തിരുന്നത്. ആസ് പോയറ്റിക്ക is an epistle to his friend പിസോസിന് വേണ്ടി. എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ ഫോമാണ്. ഓക്കെ, എപ്പിസ്റ്റൽ പറഞ്ഞാൽ ലെറ്റർ, കത്ത് രൂപത്തിലാണ്, ഒരു ലെറ്റർ ഫോമിലാണ് ഈ ആസ് പോയറ്റിക്ക എഴുതുന്നത്. ഒരു ഫ്രണ്ടിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ്, പിസോസിന് വേണ്ടിയിട്ട്. സോ ബെൻ ജോൺസൺ ട്രാൻസ്ലേറ്റഡ് ഹിസ് വർക്ക് ആസ് പോയറ്റിക്ക ഇൻ 1640. ഓക്കെ, ആൻഡ് ആർട്ട്, ഒരു ഇംഗ്ലീഷ് റൈറ്റർ ബെൻ ജോൺസൺ translated his work as poetry in 1640. As art of poetry is instruction for literature given by Horace. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആർട്ട് ഓഫ് പോയട്രി ഒരു ഇൻസ്ട്രക്ഷനാണ്. ഹൊറേസ് തരുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ റൈറ്റിംഗ് പോയംസ് ഓഫ് പോയട്രി. ഓക്കെ, ഡ്രാമാസ് ആവട്ടെ എല്ലാം, പോയട്രി ഫോംസ് എല്ലാം, എല്ലാ ജേണൽസും ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു ഹൊറേസിൻ്റെ വർക്കിൽ. Horace died on 8 November 8 BC. 8 November 8 BC ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം. പിന്നെ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹൊറേസ് ഫോളോ ചെയ്ത് ഗ്രീക്ക് ട്രഡീഷൻസും ഗ്രീക്ക് വർക്ക്സുമായിരുന്നു ഇയാൾ ഫോളോ ചെയ്തിരുന്നത്. അത് കാരണം ഇയാൾക്ക് കുറേ റൂൾസ് ഉണ്ട്. അയാൾ വർക്കുകളെല്ലാം അത് എന്തായിരിക്കണം, അത് കുറച്ച് വിലപ്പെട്ടവർക്ക് മാത്രം മോസ്റ്റ് വാല്യുബിളായിട്ട് എടുക്കണം. അത് നോർമൽ പീപ്പിൾക്കുള്ള വർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുപോലെ അയാൾ എഴുതുന്ന എല്ലാം അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോംസിലായിരുന്നു വീണ്ടും ഹൊറേസ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ക്രിറ്റിക്സ് ഉണ്ട്. ഇയാളൊരു റോമൻ ക്രിറ്റിക്കാണ്. അപ്പം ഇവരെ വർക്കിൽ നിന്ന് കോപ്പീഡാണ് ലേറ്റർ വർക്ക്സ്, ഇംഗ്ലീഷ് വർക്ക്സും എല്ലാം വരുന്നത്. Critics followed these rules and regulations, they followed to the modern times also. അപ്പോൾ ഇവരെ വർക്കിൽ നിന്നാണ് മോഡേൺ ടൈംസത്തെ പോയംസും എല്ലാം കോപ്പി ചെയ്തിരുന്നത്.
ഇവരെ വെറുക്കുന്നതായിരുന്നു, കോപ്പി ചെയ്ത് പോയിരുന്നത്. ദെൻ ഹൊറേസിൻ്റെ ഒരു ടൈം ഓഗസ്റ്റൻ പീരീഡിൽ നിന്നറിയാം, ഏജ് ഓഫ് ഓഗസ്റ്റസ് ഓർ ഓഗസ്റ്റൻ പീരീഡ്. കാരണം എംപറർ ഓഗസ്റ്റസ് റൂൾ ചെയ്യുന്ന പീരീഡായിരുന്നു ഹൊറേസിൻ്റെ ലൈഫ് പീരീഡ്. ഇത് നമ്മളെ ഇംഗ്ലണ്ടിലത്തെ ഓഗസ്റ്റൻ ഏജ് അല്ല കേട്ടോ, ഇത് റോമൻ ഓഗസ്റ്റൻ പീരീഡാണ്. ഓക്കെ, റോമൻ എന്ന് വെച്ചാൽ അത് ഏഷ്യൻ ഇംഗ്ലണ്ടിൽ വരുന്ന ഓഗസ്റ്റൻ ഏജ് വരുന്നതിനെക്കാട്ടും മുമ്പുള്ള ഏൻഷ്യൻ പീരീഡിലുള്ള ഓഗസ്റ്റൻ ഏജാണ് ഇയാൾ. കാരണം ഓഗസ്റ്റസ് സീസർ എംപറർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പിന്നെ ഹൊറേസ് ഈ എംപറർ ഓഗസ്റ്റസിൻ്റെ ഒരു നല്ല സുഹൃത്ത് കൂടിയായിരുന്നു. ഓവിഡ്, ഓക്കെ, അതുപോലെ ഓവിഡും ഹൊറേസുമെല്ലാം മൈസന്ന, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരെല്ലാം നല്ല സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, ഈ ഹൊറേസിൻ്റെ ഒരു ഫേമസ്ഡ് സറ്റയറിനെ കുറിച്ചാണ് ഇവിടെ ഒരു ഫേമസ്ഡ് സറ്റയറിസ്റ്റ് ആയിരുന്നു. സറ്റയറിസ്റ്റ് മീൻസ് ഇപ്പോൾ സാധാരണ നമ്മൾ സറ്റയർ ചെയ്യാറിനാൽ പോയത്തിലാണ്. അപ്പോൾ ഹൊറേസ് കണ്ടത് പോയം ഫോമിൽ പോയത്തിലാണ് സറ്റാരിക്കൽ വേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സറ്റയർ എന്താണ്, സറ്റയർ സാധാരണ എന്താ വെച്ചാൽ കളിയാക്കുക, കുറ്റപ്പെടുത്തുക, റിഡിക്യൂൾ ചെയ്യുക, മറ്റുള്ളവരെ പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരെ മെമ്മസിസ് എന്ന് പറഞ്ഞാൽ മോക്ക് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടും പാരഡി ക്രിയേറ്റ് ചെയ്തിട്ടും, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് സറ്റയർ. അപ്പോൾ സറ്റയർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ജനർ കൊണ്ടുവന്ന് ഈ കാലഘട്ടത്തിൽ? ഒന്നാമത് മെയിനായിട്ട് ഒരു ജനറൽ അവെയർനെസ്, പബ്ലിക്കിനൊരു അവെയർനെസ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെ ശരിയാക്കാം, അത് കണ്ടിട്ട് അത് എങ്ങനെ ആയിരിക്കണം, ഹൊറേസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ആയിരുന്നു വെച്ചാൽ സറ്റയർ ഫോം പറഞ്ഞാൽ ഒരു കോമഡി ഫോമിലായിരിക്കണം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. മറ്റുള്ളവരെ ഉപദേശിക്കൽ അല്ലെങ്കിൽ ഫോൾട്ട് കണ്ടുപിടിക്കൽ അതൊരു കോമഡി രൂപത്തിലിടാകുമ്പോൾ എൻ്റർടൈൻമെൻ്റ് ആകുമ്പോൾ ആർക്കൊരു ഫീൽ ഇല്ലാത്ത, ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് എനി വൺ ഓർ ഇറ്റ് ഷുഡ് നോട്ട് മേക്ക് വൺ ഫീൽ സാഡ്. അപ്പോൾ അത് കണ്ടിട്ട് ആരും കുറ്റപ്പെടുത്തലോ ഇത് നമുക്കൊരു സാഡ്നെസ് ഫീൽ ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ കോമഡി രൂപത്തിൽ വേണം എന്ത് വേണം അയാളെ ഗിൽട്ട് ഫോൾട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സറ്റയർ Latin literature began in imitation of ancient Greek literary forms. അപ്പോൾ ആൻഷ്യൻ്റ് ലിറ്റററി ഫോംസ് എന്നാണ് ഒരു ഇമിറ്റേഷനാണ് ഇവിടെ ലാറ്റിൻ ബിഗാൻ. From the epic stories of Greek heroes in tragedy to the short poems known as epigrams. ഇപ്പോൾ ഗ്രീക്ക് ഹീറോസിൻ്റെ ട്രാജഡി ഫ്രം ബിഗ് ലോങ് പോയംസ് ടു ഷോർട്ട് പോയംസ് വരെ നമുക്കിവിടെ ഗ്രീക്കിൽ നിന്നാണ് എല്ലാം വന്നത്. ഷോർട്ട് പോയംസിന് നോൺ ആസ് എപ്പിഗ്രംസ്. അറ്റാക്കിംഗ് ദ ഫൂളിഷ് ആൻ ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ഓഫ് സറ്റയർ. അപ്പം ഈ സറ്റയർ പറഞ്ഞാൽ എന്താ? അറ്റാക്കിംഗ് ദ ഫൂളിഷ്. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവില്ലായ്മ, ഒരു വീക്ക്നെസ് പോയിൻ്റ് ഔട്ട് ചെയ്യാതായിരുന്നു ഒരു സറ്റയർ. അത് പോയിൻ്റ് ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക് ടു ഷോ ഓഫ് ദ പബ്ലിക് ദ ഫൂളിഷ്നെസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അതിനായിരുന്നു സറ്റയർ എന്ന്. ഇസ് ഫൗണ്ട് ഇൻ എത്തേനിയൻ ഓൾഡ് കോമഡി ഹൂസ് ഒറിജിൻ. അപ്പം ഈ ഒരു ഒറിജിൻ നമുക്ക് കാണാം. അരിസ്റ്റോഫെൻസ് ഒരു കോമഡി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ ഞാൻ ഇത് ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് എൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ആ പ്ലേ അരിസ്റ്റോഫെൻസിൻ്റെ ഓൾഡ് കോമഡി ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ തുടങ്ങിയത്. എന്നിട്ടാണ് ഇതിൻ്റെ പുതിയ വേർഷൻ എന്താ സറ്റൈറിക്കൽ ഫോമായി അത് കുറച്ചുകൂടി എന്തായി നോളേജബിൾ ആക്കിയത്. കോമഡി കുറച്ചുകൂടി സീരിയസ് ആക്കിയതും ഒരു സറ്റൈറിക്കലാവുമ്പം എന്താ വെച്ചാൽ ഫുള്ളി സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യപ്പെട്ട വിഷയം, അവയർനെസ് ആയിട്ടുള്ള വിഷയങ്ങളായിരുന്നു ടോപ്പിക് വിൽ ബി ഇൻക്ലൂഡഡ്. ദ യൂസ് ഓഫ് ഹ്യൂമർ ടു അറ്റാക്ക് എ പേഴ്സൺ ഓർ ഐഡിയ. ദ യൂസ് ഓഫ് ഹ്യൂമർ കണ്ടാ, ഹ്യൂമർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോമഡി യൂസ് ചെയ്ത് ടു അറ്റാക്ക് എ പേഴ്സൺ, അത് വെച്ചിട്ട് അവരെ ഒരു ഐറണി അറിയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പോയത്തിൽ വാട്ട് ഈസ് എൻ ഐറണി. ഐറണി മീൻസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, യു ഡോണ്ട് ഫീൽ ബട്ട് ഇൻ ഫ്രണ്ട് യു ഡോണ്ട് ഫീൽ വെൻ യു സേ. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല പബ്ലിക്കിൽ, ബട്ട് ഇൻഡയറക്റ്റ്ലി മനസ്സിലാവും ചെയ്യും. അൻ ഐഡിയ ഓർ ബിഹേവിയർ ദാറ്റ് യു തിങ്ക് സില്ലി ഓർ ബാഡ്. അപ്പം അത് അങ്ങനെ ഒരു എന്തെങ്കിലും ബാഡോ ഒരു സില്ലി ആയിട്ടുള്ള ഐഡിയനെ അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ സറ്റയർ. അപ്പോൾ വാട്ട് ഈസ് എ സറ്റയർ? ഇറ്റ് ബിഗാൻ ഫ്രം ഗ്രീക്ക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അറ്റാക്ക് പേഴ്സൺ
which you think is silly or bad. This is used in the poem poetic form. ഈ ഒരു പോയത്തിൽ satire യൂസ് ചെയ്യുന്നു. Satire is used. Now, satire is the art of making someone or something look ridiculous, raising laughter in order to discredit his targets. അപ്പോൾ satire ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർ ഏതെങ്കിലും ഒരാളെ, ഒരു പബ്ലിക്കിനെ, ഒരു പൊളിറ്റീഷ്യനെ, ഒരു ഇൻഡിവിജ്വലിനെ ആരെങ്കിലും സെൻസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടാണ് അറ്റാക്കിങ് ഉണ്ടാവുന്നത്. ഓക്കെ, ദ സറ്റാരിസ്റ്റ് അറ്റാക്സ് സംടൈംസ് പേഴ്സണൽ അറ്റാക്ക് എനിമിസം ആയിരിക്കാം, എനിമിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊതുവെ ഒരു ജനറലി ഉള്ളൊരു എന്തായിരിക്കാം. സറ്റയർ ഇസ് എ വേ ഓഫ് സോഷ്യൽ കമൻറ്ററി ഫോർ എൻ്റർടൈനിങ് റീഡേഴ്സ്. ഇതൊരു വേ ഓഫ് എൻ്റർടൈനിങ് റീഡേഴ്സാണ്. റീഡേഴ്സിന് ഒരു പക്ഷേ എന്തുണ്ടാവും, ഒരു കോമിക് ഫീൽ, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതിൽ നിന്ന് കിട്ടും. ദ സറ്റാരിക്കൽ നോവൽസ്. പിന്നെ സറ്റാർ എന്തൊക്കെ ഫോംസിലുണ്ടാവും, നോവൽസിലുണ്ടാവും, പോം, എസ്സേസ്, ഫിലിംസ്, കാർട്ടൂൺസ്, memes and so on. Now, satire as invented by the Romans had a tendency from the beginning towards social criticism. Some of them it is in the form of sharp attack in personal. അപ്പോൾ satire is invented by the Romans had tendency from the beginning towards social criticism. അപ്പോൾ റോമൻസ് ഇത് തുടങ്ങി വെച്ചത് എന്താണ്, സോഷ്യൽ ക്രിറ്റിസിസം, പബ്ലിക് മെയിൻലി to focus or give an awareness to people. Some of them was in the form of sharp attack in personally ഷാർപ്പ് അറ്റാക്ക്, നന്നായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഒരു സറ്റയർ എഴുതിയിരുന്നത്.